അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഉമ്മയോടും ഉപ്പയോടും ഒരു ഉപദേശം നൽകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും സൂക്ഷിക്കണേ, നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ. അയൽവക്കക്കാരന്റെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം, നാട്ടുകാരുടെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം. നമ്മുടെ ബീജത്തിൽ പിറന്ന നമ്മുടെ സന്തതി ഉണ്ടല്ലോ, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, നരകത്തിൽ പോകാതെ നിങ്ങൾ സൂക്ഷിക്കണേ ഉപ്പമാരെ, ഉമ്മമാരെ. അതുകൊണ്ട് ചെറുപ്പം മുതൽ തർബിയത്ത് കൊടുത്ത് വളർത്തേണ്ട ബാധ്യത ഉമ്മാടെയും ഉപ്പാടെയും കൈകളിലാണ്. അവരുടെ കൈകളിൽ നിന്ന് മക്കൾ കുതറിപ്പോയാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല മക്കള്, പിന്നെ ഖേദിച്ചിട്ട് യാതൊരു പുണ്യവുമില്ല. അതുകൊണ്ട് തുടക്കത്തില് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ പ്രകീർത്തനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ്, ആധുനിക സംവിധാനത്തെ അതിന് അടിമപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത്. അതിന്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാത്ത അഹങ്കാരികളായ മക്കളായി പോയി. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചു. എത്ര വാപ്പായും ഉമ്മയും ദുആ ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് ചോദിക്കാം. നമ്മുടെ ഇന്ന് ഹക്കായിട്ട് നിങ്ങൾ കൈപൊക്കണം. ഞാൻ പറയുമ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവർ കൈപൊക്കും, ഇല്ലാത്തൊരു പൊക്കരുത്. ഇത്രയും പേരിൽ കുറച്ച് പേര് പൊക്കി. അള്ളാഹു എല്ലാവരുടെ മക്കളെ നന്നാക്കട്ടെ, എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ. കാരണം എന്നറിയോ, നമുക്ക് ആ ശ്രദ്ധയില്ല, അതാണ് എൻ്റെ അർത്ഥം. ശ്രദ്ധയില്ല. ഒരിക്കലും അല്ലാഹു തട്ടിക്കളയുകയില്ല. അതിലൊന്ന് ദഅവത്തുൽ വാലിദി വലദിഹി, തന്റെ വാപ്പായും ഉമ്മായും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല. നബിയുനാ റസൂലുള്ളാഹി വാപ്പായും ഉമ്മായും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. കുറച്ചെന്നെ പിഴപ്പിക്കല്ലേ അല്ലാ, എന്റെ കുഞ്ഞിനെ പിഴപ്പിക്കല്ലേ അല്ലാ. ഉമ്മ കരയണം, വാപ്പ കരയണം. കഞ്ചാവടിച്ച് റോഡിൽ കിടന്നിട്ട് പോലീസുകാരൻ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വാപ്പയും ഉമ്മയും വിളിപ്പിച്ച് സ്റ്റേഷനിൽ വരുത്തുമ്പോ അന്നേരം കണ്ടിട്ടല്ല ഖേദിക്കേണ്ടത്, അവിടെ വീഴാൻ പോകുന്നതിന് മുമ്പേ വാപ്പയും ഉമ്മയും ഖേദിക്കണം, പറയണം, ദുആ ചെയ്യണം. എന്റെ മോനെ പിഴപ്പിക്കല്ലേ വിടച്ചവനെ, എന്റെ മക്കളെ പിഴപ്പിക്കല്ലേ വിടച്ചവനെ. അതിനാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഉലമാക്കൾ നമുക്ക് ചില ആയത്തുകൾ പഠിപ്പിച്ചു വരുന്നുണ്ട്. മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അവരുടെ വലത് കാതിൽ ഓതി കൊടുക്കണം. സൂറത്തു ആലി ഇമ്രാനിലെ 36-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഇത് 3 പ്രാവശ്യം വീതം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിയുടെ വലത് കാതിൽ ഓതി കൊടുത്താൽ അവൻ പിഴയ്ക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് പ്രസവിച്ച ഉടനെ ഞാൻ കുഞ്ഞിന് അങ്ങനെ അത് കൊടുക്കണം, ഓതി കൊടുക്കണം. അത് إني أعيذها بك وذريتها من الشيطان الرجيم فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. കുഞ്ഞുങ്ങളുടെ കാതിൽ ഓതി കൊടുക്കണം, അവൻ വ്യഭിചരിക്കൂല എന്നാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാത്തിന് എന്ത് ചെയ്യണം? എന്നിട്ട് എല്ലാ ദിവസവും വാപ്പ ഉമ്മ ദുആ ചെയ്യണം മക്കൾക്ക് വേണ്ടി. എല്ലാ ദിവസവും ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, എൻ്റെ മക്കളെ കണ്ട് നാട്ടുകാര് പഠിക്കണേ അല്ലാ, നല്ല മക്കളെന്ന് നാട്ടുകാര് പറയണേ അല്ലാ. എൻ്റെ മക്കള് നല്ലവർക്ക് നേതൃത്വം കൊടുക്കുന്ന മകനാക്കി നീ മാറ്റണേ അല്ലാ.
ഖുർആനിൽ വരെ ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആര് ചെയ്യുന്നുണ്ട് ഇത്? ഏതുമ്മ ചെയ്യുന്നു? മോൻ പിഴച്ചു, അവൻ ലഹരി, ഇവ ലഹരിയിൽ പോകാതിരിക്കാൻ ആര് ദുആ ചെയ്യുന്നു? ഉമ്മ കരയണം, പൊട്ടിക്കരയണം. കുഴിയിൽ വീണിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല, അതിൽ വീഴുന്നതിന് മുമ്പ് നമ്മൾ ഖേദിക്കണം, അതിന് മുമ്പേ ദുആ ചെയ്യണം. ഇതിനാണ് ഭാര്യ ഭർത്തൃ ബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഈ പിശാചിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ നീ സഹായിക്കണേ അല്ലാ എന്ന് ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ ചെയ്യാതെ കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഹലാൽ കൊടുക്കണം. ഈ വാപ്പ് ഹലാലല്ലാത്തത് കുറെ പണം എവിടുന്നെങ്കിലും പണം കിട്ടിയിട്ട് കാര്യമില്ല. പണം കൊണ്ടുവന്നിട്ട് ഹറാമിന്റെ അംശം ചേർത്തിട്ട് ഈ മക്കൾക്ക് കൊടുത്താൽ വല്ലാഹി ഈ മക്കൾ നന്നാവുകയില്ല. അവൻ പിഴച്ചേ പോവുള്ളൂ. നമുക്ക് കുറെ പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ബീവേ. എന്തിനീ പണം? ഹറാമായ പണം, ആരാന്റെ പണം? ഇതൊക്കെ വാരി തിന്നിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ കാറ് കൊടുക്കുകയാണ്. പലിശയ്ക്ക് പണം കൊടുത്തിട്ട് തന്റെ മക്കളുടെ കല്യാണം ആഡംബരമായി നടത്തുകയാണ്. എന്നിട്ട് എന്ത് ദുആ? മണ്ണാങ്കട്ട ദുആ. ആര് കേൾക്കാൻ ഇത്? മൊയ്ലിയാർക്ക് 1000 രൂപ കിട്ടി, അയാളുടെ ദുആടെ കാഠിന്യം കൊണ്ട്. നമ്മൾ ഈ മുഴുവൻ കടവും എടുത്ത് പലിശയ്ക്ക് പൈസ എടുത്തിട്ട് മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് CC ഇട്ട കാറിനകത്ത് കയറ്റിയിട്ടിട്ട് മോളെ പൊയ്ക്കോ മോളെ എന്ന് പറഞ്ഞാൽ ആ മോളുടെ വയറ്റിനകത്ത് ഉണ്ടാകാൻ പോകുന്ന കുട്ടിയും ഈ പലിശയുടെ അംശമാണ്. ചിന്തിച്ചിട്ടുണ്ട് ആരേലും? ഹലാലാണെന്ന് ഏതെങ്കിലും ഉസ്താദ്മാർ ഫത്വ വന്നോ? തരുവായിരിക്കും. അതാ ഞാൻ നേരത്തെ ആദ്യം ഓതിയ ഹദീസ്. അങ്ങനെയും ഫത്വ കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട്. കേട്ട് പഠിച്ചോ. എന്നെ കൊണ്ട് കിട്ടൂല, എന്നെ കൊണ്ട് അതിന് പറ്റിയില്ല. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മതി. ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും. നിങ്ങൾക്ക് വീട് വെക്കണോ, കട എടുക്കണോ, ഓഫർ ഉണ്ട്, വാ ഇങ്ങോട്ട് വാ. ഓഫർ ഇഷ്ടംപോലെ ഓഫറാ. നമ്മളിത് ഓഫർ നോക്കിയിരിക്കുകയാണ്. എങ്ങനെ ഹലാൽ, എങ്ങനെ ഹറാം, എങ്ങനെ ഇത് മനസ്സിലാക്കും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനിഷ്തറാ സൗബം മിൻ ദിർഹമിൻ ഹലാൽ ഫദിർ മനിഷ്തറാ സൗബം മിൻ 10 ദറാഹിമ ഫദിർഹമുൻ ഹലാ ഫദിർഹമുൻ വാഹിദുൻ മിൻ ഹറാം ലം യഖ്ബലില്ലാഹു സർഫൻ വലാ കമാ ഖാല റസൂലുള്ളാഹി. ഒരാള് തന്റെ കുഞ്ഞുമോൾക്ക്, ഒരാള് തന്റെ പൊന്നുമോൾക്ക്, ഒരാള് തന്റെ പൊന്നുമോന് 10 ദിർഹം കൊടുത്തിട്ട് 100 രൂപ കൊടുത്ത് ഒരു വസ്ത്രം വാങ്ങി 90 രൂപയും ഹലാലിന്റെ പൈസയാ, 10 രൂപ ഹറാമിന്റെ പണമാണ്. അങ്ങനെ 100 രൂപ കൊടുത്ത് ഒരു കുഞ്ഞു ഉടയും വാങ്ങി തന്റെ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏ ഉപ്പാ, ആ 10 രൂപ എന്ന ഹറാം കലർത്തി ആ കുഞ്ഞിന് നിങ്ങൾ ആ ഉടയാട് വാങ്ങിക്കൊടുത്തതിന്റെ പേരിൽ നിങ്ങളുടെ ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. ബാപ്പാന്റെ ഇത് വാങ്ങിക്കൊടുത്ത കാക്കാടെ ലം യഖ്ബല സർഫൻ വലാ അദ്ല. സുന്നത്തും സ്വീകരിക്കൂല, ഫർളും സ്വീകരിക്കൂല. എന്നാലോ ഭയങ്കര ഹദ്ദാദ്, ഭയങ്കര ദിക്ർ, ഭയങ്കര സലാത്ത്, ഭയങ്കര തൽബിയത്ത്, ഭയങ്കര തസ്ബീഹ്, ഒരിട്ടകം പോക്കറ്റ് ഇരിക്കുന്നതോ ഓണത്തിന്റെ ബമ്പർ. ഭയങ്കര ദിക്റ സ്വീകരിക്കുന്ന നിങ്ങൾ പറയും. നമ്മുടെ ദുആ ഒന്നും പോകുന്നില്ല, മുകളിലോട്ട് ഉയരുന്ന ഹക്ക് വല്ലാഹി. ഈ ദുആ പോയിരുന്നെങ്കിലുണ്ടല്ലോ ഒരു ശൈത്താനും നമ്മുടെ വീട്ടിലും കയറൂല, നമ്മുടെ ഓഫീസിലും വരൂല, നമ്മുടെ പള്ളിയിലും വരൂല, ഒരു ബുൾഡോസറും വരൂല, ഒരു കുന്തവും വരൂല. ദുആയുടെ ആയുധം നമ്മളിൽ നിന്ന് വിട്ടുപോയി. ബഹുമാനപ്പെട്ട സഹാബാക്കളൊക്കെ ദുആ ചെയ്തു, അപ്പോഴപ്പോഴേ കിട്ടി, മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേ കിട്ടി. എങ്ങനെ നമ്മുടെ ദുആ സ്വീകരിക്കാനാ? തിന്നുന്നതിനകത്ത് ഹറാമ്, കൊടുക്കുന്നതിനകത്ത് ഹറാമ്, കൊടുക്കുന്നതിനകത്ത് ഹറാമ്. ഇതല്ലേ നമ്മുടെ അവസ്ഥ?
അതുകൊണ്ടാണ് അല്ലാഹു തആല പ്രത്യേകമായിട്ട് പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഹറാമാക്കിയത്, ഇത് നിങ്ങൾ പിന്നെ എന്തിനാ ഹലാലാക്കിയത്, ഇതെന്തിനാ നിങ്ങൾ കഴിക്കുന്നത്, പിന്നെ എന്തിനാ നിങ്ങൾ നിസ്കരിക്കുന്നത്, പിന്നെ എന്തിനാ നിങ്ങൾ ദുആ ചെയ്യുന്നത്? എല്ലാം ഇപ്പൊ നമ്മൾ സമ്പത്താക്കിയില്ല ഹബീബേ. വഅദ് പൈസായി, ഉംറ പൈസായി, ഹജ്ജ് പൈസായി, മദ്രസ പൈസായി. പൈസ ഇല്ലാതെ കാര്യം ഏതാ? പൈസ ഇല്ലാതെ ഞാനൊരു യാത്ര ചെയ്യുന്നെങ്കിൽ പൈസ ഇല്ലാത്ത ഒരു യാത്ര എന്ന് പറയുന്നത് ബർസഖിയായ യാത്രയാണ്. ഒരു ലക്ഷ്യമില്ല, പണമില്ലാതൊരു യാത്ര, ഖബറിലേക്കുള്ള യാത്ര. ബാക്കി എല്ലാത്തിനും നമ്മുടെ പിന്നിൽ, അതിൻ്റെ പിന്നിൽ പണമാണ്, എല്ലാ മേഖലകളും. അതുകൊണ്ട് അതിൻ്റെതായ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെതായ ബർക്കത്ത് നഷ്ടപ്പെട്ടു. ഞാനടക്കം പറയുകയാണ്, ഞാൻ നല്ലവനായിട്ട് പറയല്ല, ഏറ്റവും മോശക്കാരൻ ഞാൻ. ഇതിനകത്ത് ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചാണ്, ഈ പ്രസംഗത്തിൽ കുടുങ്ങിപ്പോയി. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഹലാലായിട്ട് ബിസിനസ് ചെയ്ത് ദഅവത്ത് ചെയ്ത് ജീവിക്കാനാണ് ഏറ്റവും നല്ലത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ഹലാലായിട്ട് നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ ഹക്ക് പറയാണ്, വിഷമം വരുന്നു, ഉയരുന്നില്ല മുകളിലേക്ക് ദുആ. സ്വഹാബാക്കളുടെ ദുആ, കഴുകുമരത്തിൽ കിടക്കുകയാണ്, കയറ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സ്വഹാബി ഇതാ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും. അഹങ്കാരികളും അക്രമികളുമായ ഭരണാധികാരികളാണ് തന്റെ മുന്നിലുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന സമയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നിറ കണ്ണുകളോടെ സ്വഹാബി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇസ്സിഹിം മദദാ വഖ്തുൽഹും ബദദാ വലാ തുബ്ഖി മിൻഹും അഹദാ. പടച്ചവനെ, നിന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ, നീയാണ് ഏകനായ ദൈവമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, നീ അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ, നിന്റെ ഹബീബാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെന്ന് ഞാൻ അംഗീകരിച്ചതിന്റെ പേരിൽ, ആ തിരുസുന്നത്തിനെ പിൻപറ്റിയതിന്റെ പേരിൽ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിന്റെ പേരിലാണ് ഈ കഴുകുമരം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. റബ്ബേ, എനിക്കത് പ്രശ്നമില്ല, പ്രശ്നമില്ല, പ്രശ്നമില്ല. പക്ഷേ എന്നെ അതിലേക്ക് കൊണ്ടെത്തിച്ച ഈ അഹങ്കാരികളായ തെമ്മാടികളായ ഭരണകൂടമുണ്ടല്ലോ, അല്ലാഹുമ്മ ഹസിഹിം അദദാ, അവരുടെ എണ്ണം നീ ചുരുക്കി ചിന്ന ഭിന്നമാക്കണേ. വഖ്തുൽഹും ബദദാ, അവരെ മുരടോടെ നശിപ്പിക്കണേ. വലാ തുബ്ഖി മിൻഹും അഹദാ, ഈ ഭൂമുഖത്തിൽ ഇവരിൽ ഒരാളെ പോലും നീ ബാക്കിയാക്കരുത് അല്ലാ. ആ മഹാനായ പരിശുദ്ധ പ്രവാചകന്റെ സന്തത സഹചാരിയായ സഹാബി ആ കഴുകുമടത്തിൽ കിടന്ന് വീരമൃത്യു വരിച്ചുകൊണ്ട് ദുആ ചെയ്തെങ്കിൽ അല്ലാഹുവാണ് സത്യം, ആ ദുആ സ്വീകരിച്ചിട്ട് ഈ ഭൂമിയുടെ മുകളിൽ ആ മഹാനുഭാവനെ ആരെല്ലാം വേദനിപ്പിച്ചോ അവരിൽപ്പെട്ട ഒരാൾ പോലും ഈ ഭൂമുഖത്ത് സന്തോഷത്തോടെ ജീവിച്ചിട്ട് ഇല്ല. അവരെ മുരടോടുകൂടി അല്ലാഹു തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത്. കാരണം ആ സഹാബിയുടെ ദുആ അർശിലേക്ക് ഉയർന്നു. നമ്മുടെ ദുആയുടെ ഒറ്റ ആയുധം മതി. സഹാബാക്കളുടെ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദുആ എന്ന് പറയുന്ന സഹം അമ്പുകൊണ്ട് ആ ശത്രുക്കളുടെ നെഞ്ചിലേക്ക് നിങ്ങൾ എറിയും, കുത്തി കീറിക്കൊണ്ടു പോകും, അത് കുത്തി കീറിക്കൊണ്ടു പോകും. പക്ഷെ എവിടെ നമ്മുടെ ദുആ പോകുന്നില്ല. അതാണ് അതിന്റെ അർത്ഥം. ദുആ മാത്രമേ നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ്. നമ്മൾ എത്ര പേർക്ക് വേണ്ടി എത്ര നാൾ കൊണ്ട് ദുആ ചെയ്യുന്നു. ലാലിമീങ്ങൾക്കൊന്നും അല്ലാഹു ഒരിക്കലും ഒരു സഹായ രക്ഷ കൊടുക്കൂല, കൊടുക്കും, കുറച്ച് നാളത്തേക്ക് കൊടുക്കും. എല്ലാവർക്കും അല്ലാഹു തആല മാറ്റി മാറ്റി അധികാരങ്ങൾ കൊടുക്കും. അതങ്ങനെയാണ് പടച്ചവന്റെ തർത്തീബ്. അങ്ങനെയാണ്. ബ്രിട്ടീഷുകാർക്ക് കൊടുത്തില്ലേ, കുറച്ചാള് മുസ്ലിങ്ങൾക്ക് കൊടുത്തില്ലേ, കോൺഗ്രസ്സുകാർക്ക് കൊടുത്തില്ലേ, ഇനി കുറച്ചാള് BJP-ക്കാർക്ക് കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് അല്ലാഹു തആല അടുത്താക്ക് കൊടുക്കും. അങ്ങനെയാണ് എന്റെ തർത്തീബ്. തീരാറായ പ്രസംഗം, സമയം തീരാറായ, പെറ്റിയടിക്കാൻ വന്നു സാധനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെറിയ പൈസ ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒന്ന്, നമ്മുടെ പഴയ ആൾക്കാരാണല്ലോ, പഴയ കുറേ നാളുണ്ട്. കുറച്ചൊക്കെ ആദ്യം ഇവരൊക്കെ കുറേ സമ്പത്ത് വായ്ദ ചെയ്തവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അതൊക്കെ ഇപ്പോൾ പോയി കാണും, അതൊക്കെ എക്സ്പയറായി. ഇനി പുതിയ സാധനം വീണ്ടും തുടങ്ങാം. പഴയതൊക്കെ പറഞ്ഞൊക്കെ എക്സ്പയർ ആയി കാണുമല്ലേ. കൊറോണയിൽ വെള്ളപ്പൊക്കത്തിൽ അതൊക്കെ പോയി. കുറേ ഞാൻ ഇവിടെ നിന്ന് ഓഫർ ചെയ്തിട്ട് കൊടുത്തിട്ട് പോയതാണ്.
കിലുക്കാൻ പറ്റിയൊന്നും ഇടാതെ നോട്ടിട്, ഒരു 100-200 രൂപ ഒക്കെ ഇടുപ്പാ, നല്ല മാർഗത്തിൽ. അല്ലാഹു തആല നമ്മളെയൊക്കെ സഹായിക്കട്ടെ, ഇൻഷാ അല്ലാഹ് സഹായിക്കട്ടെ. നാളെയൊക്കെ കൊടുത്താലും മതി, ബാക്കി വലിയ നോട്ട് കൊടുക്കും. ആ കവറുകൊണ്ട് കൊടുത്തരാ അബീവേ, കവർ. നാളെ നമ്മുടെ പരിപാടിയുടെ സമാപനമാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇതുപോലെ ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളാണ്. നിങ്ങൾ അവരെ കൈവിടരുത്. കാര്യമായ നിലയിൽ നിങ്ങൾ അവർക്ക് സഹായിക്കണം. ആ സഹായം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അവർ വലിയ വിഷമത്തിലും പ്രയാസത്തിലും ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കണ്ടേ. ഈ വാത് സംഘടിപ്പിച്ചാലേ ഇതുപോലെ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ. ഒക്കെ ഇപ്പത്തേക്ക് കേൾക്കണ്ടേ, ഇത് മനസ്സിലാക്കണ്ടേ, ഉൾക്കൊള്ളണ്ടേ. നമ്മളാരും നല്ലവരൊന്നുമല്ല, പക്ഷെ ഇതൊക്കെ പഠിക്കുമ്പം പറയുമ്പോൾ നമുക്ക് തന്നെ അൽഹംദുലില്ലാ പടച്ചോനെ ഒരു മാറ്റം ഉണ്ടാവും. എനിക്ക് ഒരുപാട് ബിസിനസ്സുകാരുമായിട്ട് പരിചയമുണ്ട്. അവരുടെ വണ്ടി CC ഇല്ല, അവരുടെ കച്ചവടത്തിൽ 1 രൂപ പോലും പലിശയ്ക്ക് എടുത്തിട്ടില്ല. ഒരുപാട് ബിസിനസ്സുകാരെ എനിക്കറിയാം, ഒരുപാട് വീടുകാരെ എനിക്കറിയാം. പുതിയ വീട് വെച്ചവർ എനിക്കറിയാം, കടം വാങ്ങി വെച്ചു, പക്ഷെ 1 രൂപ പോലും പലിശയില്ല. അറിയാം, വേണമെങ്കിൽ വേരിൽ എന്താ ചക്ക വേരിൽ കായ്ക്കെന്ന് പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നടക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ ലോണ് കിട്ടുന്ന, ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് അതൊരു രസമായി പോയി. അതാണ് അതിൻ്റെ അർത്ഥം, അതൊരു രസമായി പോയി. അതുകൊണ്ടാണ് നമ്മുടെ ദുആ സ്വീകരിക്കാതെ പോകുന്നത്. പലിശയുമായി ഹറാമായ പണം നമ്മുടെ കൂട്ടത്തിൽ ചേരുന്നു. നോക്ക്, നമ്മൾ എല്ലാ മേഖലകളിലും ഇന്നതുണ്ടല്ലോ, എല്ലാ മേഖലകളിലുമുണ്ട്. പണ്ടൊക്കെ ലോട്ടറി കച്ചവടം ചെയ്യുന്നത് ആണുങ്ങളായിരുന്നു. ഇപ്പം മുസ്ലിം പെണ്ണുങ്ങൾ, താത്താമാര് തലയിൽ തട്ട് വിട്ടിട്ട് ലോട്ടറി കട. എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. എങ്ങനെ പോയി നമ്മൾ പറയും? എന്നിട്ട് നമ്മൾ അതിൻ്റെ പരിസരത്തൂടെ പോകുമ്പോൾ പെട്ടെന്ന് അവർ തലയിൽ തുണി ഒന്നും കൂടെ വൃത്തിയായിട്ട് അതോടുകൂടി മാറ്റി റെഡിയാക്കിയിടും. എൻ്റെ പൊന്നുമ്മ ഈ അടുത്ത സമയത്തെങ്ങാണ്ട് നമ്മൾ പത്രത്തിൽ കണ്ടു, ഒരു പെണ്ണ് ഇതുപോലെ ലോട്ടറി കച്ചവടം കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ വണ്ടി ഇടിച്ച കണ്ടോ മരിച്ചു. ഒരു സഹോദരി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്കിപ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് ചൂതാട്ടമല്ലേ? 333 കോടി രൂപയ്ക്ക് 25 കോടിയുടെ ലോട്ടറി വിറ്റിട്ട് ബാക്കി പൈസ എന്തേ? നമ്മൾ ചിന്തിച്ചു നോക്ക്. 25 കോടി രൂപയാണ് അതിന് കിട്ടിയത്. പിന്നെ കുറച്ചൊരു 10 കോടി 20 കോടി 50 കോടി ബാക്കി ഇനി ചില്ലറയായിട്ട് കൊടുത്താലും 100 കോടി കൊടുത്താലും ബാക്കി അത് ലാഭമല്ലേ? അപ്പൊ എല്ലാവരുടെ ലക്ഷ്യം എന്താ? എല്ലാവരും 500 രൂപ കൊടുക്കുന്ന എന്തിനാണ്? എനിക്കത് കിട്ടണം, അത് കിട്ടണം. പക്ഷെ കിട്ടിയോ? ഞാൻ കർണാടകയിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പം അവർ പറയാ, അവിടുന്ന് എടുത്തു ആളുകൾ 1 ലക്ഷം രൂപയുടെ ടിക്കറ്റ്. കർണാടകത്തിൽ നിന്ന് കേരളത്തിന്റെ ബമ്പർ വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല, പോയില്ലേ? ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ഈ ചൂതാട്ടം, ഈ ലോട്ടറി, പലിശ, അതേപോലെ ഈ മദ്യവും ഈ ലഹരിയും ഇതെല്ലാം പിശാചിന്റെ കെണിയാണ് കേട്ടോ. റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ കെണിയാണ് പെങ്ങളെ. അതുകൊണ്ട് മദ്യപിച്ച് വരുന്നവർക്ക് നീ ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളുടെ മുന്നിൽ ഞാനിതാ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് പേടിയുണ്ടോ? നബി തങ്ങളാണ് നമുക്ക് നാളെ ശഫാഅത്ത് ചെയ്യേണ്ടത്. ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് നമ്മെ നാമാക്കി മാറ്റിയത്. ആ ഹബീബായ തങ്ങളുടെ ജന്മദിനം ഇതാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് വേണോ? അവിടുത്തെ മുബാറക്കായ കരങ്ങൾ കൊണ്ട് ഹൗലുൽ കൗസർ വേണമോ? ആ പ്രവാചകന്റെ വാക്കാണ് പൊന്നുപെങ്ങള്. മൻ ശഗ്രിബൽ ഖംറ വ അത്അമ മൻ അത്അമ തആമ അലാ ശാരിബിൽ ഖംറി സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വ അഖറബാ ഔ കമാ ഖാല അലൈഹിസ്സലാം. നിന്റെ ഭർത്താവ് മദ്യപിച്ച് വീട്ടിലേക്ക് വന്നാൽ, നിന്റെ മക്കളെ ലഹരി ഉപയോഗിച്ച് കഞ്ചാവിന് അടിമയായി വീട്ടിലേക്ക് വന്നാൽ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നിന്റെ മുന്നിലിരിക്കുന്ന കഞ്ചാവിന്റെ മക്കൾക്ക് നിന്റെ കൈ കൊണ്ട് അവർക്ക് നീ ഭക്ഷണം വിളമ്പി കൊടുത്താൽ, സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വ അഖറബാ
മദ്യമെന്തെന്ന് രുചിച്ചിട്ടില്ലാത്ത, എന്താണ് RDX എന്ന് അറിഞ്ഞിട്ട് പോലുമില്ലാത്ത, എന്താണ് കഞ്ചാവെന്ന് കേട്ടിട്ട് പോലുമില്ലാത്ത ഈ ഉമ്മാന്റെ കൈകൊണ്ടാണ് ഇവർക്ക് നിങ്ങൾ ഭക്ഷണം വിളമ്പിക്കൊടുത്തതെങ്കിൽ ആ മാതാവിന്റെ കബറിലേക്ക് അല്ലാഹു പാമ്പുകളെയും തേളുകളെയും നിയോഗിക്കുമത്രേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഉമ്മ കഷ്ടം, നമ്മുടെ ഉമ്മ കഷ്ടം, നമ്മുടെ ഭാര്യ കഷ്ടം. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, നമുക്ക് ഭക്ഷണം വാരി തരുന്ന, ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, ഭക്ഷണം വിളമ്പി തരുന്ന ആ ഭാര്യ അല്ലെങ്കിൽ ആ ഉമ്മ, അവരുടെ കബറിലേക്ക് അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങാണ്. എന്തേ കാരണം? ഈ മദ്യപിച്ച് വരുന്നവർക്ക്, ഈ ലഹരി ഉപയോഗിച്ച് വരുന്നവർക്ക് നീ ഭക്ഷണം കൊടുത്തു, അവർക്ക് നീ ഭക്ഷണം കൊടുത്തു. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യശ്റബിൽ ഖംറ. അല്ലാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആഖിറത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പരലോകത്തിൽ വിശ്വാസമുണ്ടോ? ആരുടെ മണ്ണിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നാളെ ആഖിറത്തിൽ ചോദ്യമുണ്ടാകുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഒരു കാരണവശാലും നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. പൊന്നു സഹാബാക്കളോട് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഏ സഹാബാ, ഇനി ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നവർ ഒരു പക്ഷേ ഇത് ഉപയോഗിച്ചേക്കാം. ഓർക്കണം, ഇനി ഉപയോഗിക്കാത്തവർ ആരെങ്കിലും അവരുടെ കൂട്ടുകാരായി മാറിയാൽ അവർക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ താക്കീതാണ്, വമൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു അലൈഹൽ ഖംറു യുശ്റബു അലൈഹൽ ഖംറു. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മദ്യപിച്ച് മതോന്മത്തനായി ലഹരിക്കടിമയായി വരുന്ന ചെറുപ്പക്കാരന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും പാവപ്പെട്ട ഒരു സഹോദരൻ മദ്യപിക്കാത്തവൻ പോയിരുന്നാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ അവനെ പരിഗണിക്കുക പോലുമില്ല. ലാ ഹുജ്ജത ലഹു വഹശറഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ. ആരെങ്കിലും മദ്യപാനിയുടെ ലഹരി ഉപയോഗിക്കുന്നവനോടൊപ്പം സഹകരിച്ചാൽ, സഹവസിച്ചാൽ, കൂട്ടുകൂടിയാൽ, അവനോടൊപ്പം നിന്റെ യാത്ര ചെയ്താൽ, അവരോടൊപ്പം നീ പോയിരുന്നാൽ നാളെ ആഖിറത്തിൽ കൂട്ടുകാരാ നിന്നെ ഉയർത്തിയെഴുന്നേൽപ്പിക്കുന്നത് അഅമാ, അന്ധനായിട്ടാണ് കേട്ടോ. ലാ ഹുജ്ജത ലഹു, അവന് യാതൊരു ആധാരവുമില്ല, ഒരു തെളിവുമില്ല. ആ മദ്യപാനികളോടൊപ്പം അവരും നരകത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ആരാ ഇവിടെ മദ്യപിച്ചോന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ കഞ്ചാവടിക്കുന്ന കൂട്ടുകാരനോടൊപ്പം നമ്മൾ കൂട്ടുകൂടിയാൽ, ഇത് അടിച്ച് കലക്കി കലക്കി കൂടെ മറ്റിടത്ത് കയറ്റി വെക്കുന്നവന്റെ കൂടെ റൂമിൽ കിടന്നുറങ്ങിയാൽ, വമൻ ജാലസഹു ഹശറഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ. അവനെ നാളെ അന്ധനായിട്ടാണ് അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഒന്നും കാണാൻ പറ്റൂല. വമൻ അഖറലഹു ഖറള. ആരെങ്കിലും മദ്യപാനിക്കോ ലഹരി ഉപയോഗിക്കുന്നവനോ ഒരു പൈസ കടം കൊടുത്താൽ ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങളെ തച്ചുടയ്ക്കുന്നവന്റെ കൂലിയാണ്, ശിക്ഷയാണ് അവന് ലഭിക്കുക. അതുകൊണ്ട് മദ്യപാനികൾക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കും പണം ചോദിച്ചു വന്നാൽ കടം കൊടുക്കരുതേ. നോക്കണം, ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം അത്രയ്ക്ക് ഗൗരവമേറിയ വിഷയമാണത്. അവന് പൈസ പോലും കടം കൊടുക്കാൻ പാടില്ല. അവനെ അങ്ങനെ സഹായിച്ചാൽ ഇസ്ലാമിനെ തകർത്തവന്റെ ശിക്ഷ നിനക്കുണ്ടാവും. കൊടുക്കാൻ പാടില്ല, ഒറ്റപ്പെടുത്തണം എല്ലാരും. അപ്പൊ അവൻ മനസ്സിലാക്കും. ലാ തുസല്ലിമൂ
അലാ ശർബത്തിൽ ഖംർ, ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾ സലാം ചൊല്ലരുതേ. വലാ തഊദു മർളാഹും, അവൻ രോഗിയായാൽ രോഗസന്ദർശനം നടത്തരുതേ. വലാ തുസല്ലു അലാ ജനായിസിഹിം, അവർ മരണപ്പെട്ടാൽ അവരുടെ മയ്യത്ത് നിങ്ങൾ നമസ്കരിപ്പിക്കരുതേ. കമാ ഖാല റസൂലുള്ളാഹി, മയ്യത്ത് പോലും നിസ്കരിപ്പിക്കാൻ പാടില്ല. ആലോചിച്ച് من مات سكرانا دخل القبر وهو سكران وبعث وهو سكران ودخل النار وهو سكران كما قال عليه السلام. മദ്യപിച്ചിട്ടെങ്ങാനുമാണ് ലഹരി ഉപയോഗിച്ച അതേ അവസ്ഥയിൽ 40 ദിവസത്തിനുള്ളിലെങ്ങാനുമാണ് ഈ ചെറുപ്പക്കാരൻ മരിച്ചുപോയാൽ അതേ മദ്യപിച്ച അവസ്ഥയിലാണ്, ലഹരി ഉപയോഗിച്ച അതേ അവസ്ഥയിലാണ് ഖബറിൽ അവൻ കഴിയുക. അതേ അവസ്ഥയിൽ തന്നെയാണ് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതേ അവസ്ഥയിൽ തന്നെയാണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക. പടച്ചവനെ, ഈ സമൂഹത്തെ നീ കാക്കണേ അല്ലാ. ഈ വൈകല്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ആരല്ല ഖബറിന്റെ അരികിൽ വന്ന് അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹു മഗ്ഫിർ ലഹു, പൊറുക്കണേ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലാഹു പുറത്തു കൊടുക്കുക? ഇത്രയും ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടിട്ട് ഇനിയും ഒരു ചെറുപ്പക്കാരൻ ഈ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് അവൻ ഒഴിവാകാൻ തയ്യാറില്ലയോ? എങ്ങനെയാണ് സഹോദരങ്ങളെ അല്ലാഹു അവന് മാപ്പ് ചെയ്തു കൊടുക്കുക? അവൻ മദ്യപിച്ച് 40 ദിവസത്തിനുള്ളിൽ എങ്ങാണ് മരണപ്പെട്ടാൽ ദഖലന്നാർ, അവൻ നരകത്തിലാണ്. കമാ ഖാല റസൂലുള്ളാഹി, നരകത്തിൽ പോകും തൗബ ഇല്ലാതെ മരിച്ചാൽ. എങ്ങനെ തൗബ ചെയ്യാൻ? അതിന് ബോധം വേണ്ടേ? ഈ തൗബ ചെയ്യണമെങ്കിൽ വല്ല സാധനം വേണ്ടേ? ഇത് ഏതാ ലോകം ഏതാന്ന് പോലും അറിയില്ലല്ലോ. ഇപ്പൊ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ലണ്ടൻ ലഹരി. ഇനി അടുത്ത എൻ്റെ വിഷയം അതാണ്, ലണ്ടൻ ലഹരി. അടുത്ത സ്ഥലത്ത് ഇനി അടുത്ത വിഷയം ഞാൻ വയ്ക്കും, ലണ്ടൻ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നല്ല കില്ലോ ഒന്നും അടിക്കത്തൊന്നുമില്ല. നമ്മളിപ്പോൾ സാധാ ഒരു കോള കുടിച്ചതുപോലെ ഇരിക്കും, അതുപോലത്തെ ഉള്ള സാധനങ്ങളാണ്. അത് ലണ്ടനിൽ നിന്ന് വരുന്ന സാധനമാണെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരുടെ അടുത്തും എവിടെയും പോകാം. ഉമ്മായൊക്കെ കണ്ടാൽ ചിലപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് തിരിച്ചറിയാൻ പറ്റും, പെങ്ങന്മാരെയൊക്കെ കണ്ടാൽ ചെറുതായിട്ടൊന്ന് തിരിച്ചറിയാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ പേര് ലണ്ടൻ ലഹരിയായി പോയി. അതിലേക്ക് അധപ്പതിച്ചു പോയി മക്കളെല്ലാം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത്, വാപ്പാ ഉമ്മ വേണമെങ്കിൽ നിങ്ങളുടെ മക്കളെ പിടിച്ചോ, വേണമെങ്കിൽ നീ അടുത്ത അയൽവക്കക്കാരുടെ മക്കളെ നീ നോക്കണ്ട. നിന്റെ കുട്ടി, നിന്റെ ബീജത്തിൽ ജനിച്ച കുഞ്ഞ് സന്തോഷത്തോടെ റാഹത്തായിട്ട് എനിക്ക് ദുആ ചെയ്യണം, എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന കുഞ്ഞായി മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ല നേർച്ച നേർന്നോ, പൈസ അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്തിട്ട് ദുആ ചെയ്യിപ്പീര്. അതിൽ വലിയ ഫായിദയുണ്ട്. ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഞാനൊരു ആൾ പറയാൻ വന്ന സ്ഥലത്ത് ഒരു ഉമ്മ ഒരു സ്വർണ്ണമോതിരം എൻ്റെ മോന് അധ്യാപിക്കുന്നവനാ, ഒന്ന് ദുആ ചെയ്യണേ ഉസ്താദ്, രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്ത്. വല്ലാഹി അൽഹംദുലില്ലാ, ആ കുട്ടി ഈ സംഘാടകൻ തന്നെ പറഞ്ഞാണ് 5 ദിവസത്തിനുള്ളിൽ അവനത് ഒഴിവായി. അവൻ പിന്നെ വലിയ ദഅവത്തിൻ്റെ ആളായി, ദീനീ പ്രവർത്തകനായി. ആ ഉമ്മ മരിച്ചുപോയി. ഈ അടുത്ത സമയത്ത് വണ്ടി ഇടിച്ച് മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ആ ഉമ്മ ഹയാത്തിൽ അവൻ താടി വെച്ച് തൊപ്പി വെച്ച് നമസ്കരിക്കുന്നത് നല്ല റാഹത്തായിട്ട് കണ്ടിട്ടാണ് ഉമ്മ മരണപ്പെട്ടത്. ആ ഉമ്മൻ്റെ ആഗ്രഹം അതായിരുന്നു. കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം ഊരിക്കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചു, സദഖ ചെയ്ത് ദുആ ചെയ്യിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണല്ലോ, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. നബിയേ, അവരെ സമ്പൽ സമൃദ്ധിയുള്ളവരാക്കാനും സംസ്കാര ബോധമുള്ളവരാക്കാനും സംശുദ്ധരാക്കാനും പരിശുദ്ധരാക്കാനും വേണ്ടി നബിയേ, അവരുടെ ജേബിൽ നിന്ന് പണമെടുത്തിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നബിയേ വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം പ്രവാചകരെ. കാരണം ഇന്ന സ്വലാത്തക സകനുൽ ലഹും, അങ്ങ് ആർക്ക് വേണ്ടിയാണോ ദുആ ചെയ്യുന്നത് ആ ദുആ അവർക്ക് സമാധാനവും സന്തോഷവും ഗുണവും ഉണ്ടാക്കി കൊടുക്കും. നബിയേ, സൂറത്തു തൗബ
സൂറത്ത് തൗബ പൈസ കൊടുത്ത് നിങ്ങൾ ആർക്ക് വേണ്ടി എന്ത് നിയത്തിലാണ് ദുആ ചെയ്യിപ്പിക്കുന്നത്, ആ ദുആ സ്വീകരിക്കുന്നു. അവർക്ക് ഇന്ന സ്വലാത്തക സക്കനുൽ ലഹും, ഇവിടെ സ്വലാത്തിന്റെ അർത്ഥം ദുആ എന്നാണ്. ഈ ദുആ അവർക്ക് ഗുണം ചെയ്യുന്നു. അതിനാണ് ഈ കൊടുത്ത ദുആ ഇറക്കാൻ പറയുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാ ഈ കൊല്ലം ജില്ല കരുനാഗപ്പള്ളിക്ക് അടുത്താണ് സംഭവം. വെറുതെ പറയല്ല, പൈസ കിട്ടാൻ വേണ്ടൊന്നും പറയല്ല. നമുക്ക് ഇവിടെ പൈസ ഇടുന്ന ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക, വേണമെങ്കിൽ ദ്വാരിപ്പിക്കുക, ദുആ ചെയ്യുക, നിങ്ങളും ദുആ ചെയ്യുക. ഇത് വെറുതെ അല്ല. ഇത് ഈ പറയുന്നത് ഖുർആൻ കൊണ്ട്, ഖുർആനെ വിശ്വസിക്കണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിയോ സൂറത്ത് തൗബ. ഞാൻ ഇനി ഒപ്പിച്ച് പറയുകയാണെന്ന് അർത്ഥം നിങ്ങൾ നോക്കിയോ, നെറ്റ് അടിച്ച് നോക്കിയോ. ഇപ്പം എല്ലാം നെറ്റ് ഉണ്ടല്ലോ, കയ്യിരിപ്പോണ്ടല്ലോ സാമാനം. ഇപ്പം അങ്ങനെയാണല്ലോ നോക്കുന്നത്. ഒരെണ്ണം എട്ടെണ്ണ പുളുക്കാന്ന് കുത്തി നോക്കുകയല്ലേ. എല്ലാം നോക്കല്ലോ. ഞാൻ വെറുതെ പറയണമല്ലോ എന്നറിയാലോ. എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നറിയോ? ഈ കൗമിന്റെ മനസ്സിലൊന്ന് കയറാൻ, ഇനിയെങ്കിലും ഖുർആൻ ഒന്ന് കയറട്ടെ, ഹദീസ് ഒന്ന് കയറട്ടെ, ഒന്ന് മനസ്സിലാക്കട്ടെ. അതിനുവേണ്ടി ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. കേറുന്നില്ല, പിന്നെയും ദുനിയാവ് 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 ദുനിയാവ്. ആണ് പെണ്ണാകുന്ന കാലം ഇല്ലേ? മറ്റേ സാധനം മാറ്റി വെച്ചാൽ മതി. അതുമായി അല്ല, അന്ന് ചിരിക്കാൻ എന്താ, അതായില്ലേ? അതുമായല്ലോ അബീവേ. ഇപ്പൊ ഒരു പെണ്ണ് മാറ്റി വെച്ച് കിടന്ന് കരയോ, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും സാധിക്കുന്നില്ല, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഓൺലൈനിലൂടെ ദുആ കൊണ്ട് അഭ്യർത്ഥന. മൂത്രമൊഴിക്കാൻ വയ്യാന്ന് ഞാൻ മാറ്റി വെച്ചതാ സാധനം, പക്ഷേ എനിക്കിപ്പോൾ മൂത്രമൊഴിക്കാൻ പോലും പറ്റുന്നില്ല, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. ഞാൻ 3 ഓപ്പറേഷൻ കഴിഞ്ഞു, ശരിയാവുന്നില്ല എന്ന്. അല്ലാഹു തആല കൊടുത്ത സാധനമേ, അതിന് നമ്മളായിട്ട് മാറ്റാൻ നിന്നാൽ പിന്നെ നമ്മൾ എത്ര ദുആ ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് അതിനകത്ത്. ഓരോരുത്തർക്കും അള്ളാഹു ഓരോ തർത്തീബ് അനുസരിച്ച് അവൻ്റെ രീതി അനുസരിച്ചാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. അത് മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ല. യാ അയ്യുഹന്നാസ് യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. നിന്നെ എത്ര സുന്ദരനാക്കിയടാ അള്ളാഹ് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് തന്നത്. എത്ര സുന്ദരനും എത്ര സുന്ദരിയുമാക്കി അല്ലാഹു തആല നിന്നെ സൃഷ്ടിച്ചെന്ന. നിന്നെ ആരാ ഇതിന് തെറ്റിച്ചളഞ്ഞത്? ഇതിങ്ങനെ മാറ്റി വെക്കണം, അവൻ്റെ അടുത്ത് ഇതിനകത്ത് വെക്കണം, ഇതിൻ്റെ അടുത്ത് അതിനകത്ത്. ഇത് ആരാടാ ഇത് പഠിപ്പിച്ചത് നിന്നെ? അള്ളാഹ് ചോദിക്കുക, ഞാനല്ല. നിന്റെ റബ്ബിനെ ആരാ വഞ്ചിച്ചു കളഞ്ഞത്? ഇത് ആരാ പറഞ്ഞത് ഇങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനെ ആക്കാം, അങ്ങനെയൊക്കെ ആകാന്ന് ആരാ പറഞ്ഞത്? ആണിനുള്ളത് അല്ലാഹു തആല ആണിന് വേണ്ടിയിട്ടുള്ളതാണ്, പെണ്ണിനുള്ളത് അല്ലാഹു തആല പെണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവരുടെ രണ്ടുപേരുടെ ബന്ധങ്ങളിലൂടെയാണ് അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും അല്ലാഹു ദുനിയാവിൽ നൽകുന്നത്. ഖുർആൻ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരി വ ഉൻസാ. ദക്കർ ഉൻസ രണ്ടും അല്ലാഹു പറഞ്ഞ എന്തിനാ പിന്നെ ഇവിടെ? ഇപ്പൊ ചില പെണ്ണുങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ മാത്രം മതി, ലെസ്ബിയൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന. 2 താത്താമാർ ഇപ്പോൾ പോയിട്ട് കണ്ടില്ലേ, ഞങ്ങൾ മാത്രം മതി എന്നാണ്. ആ ഒരു തർത്തീബ് ഇസ്ലാമിലുണ്ടോ? ആണും പെണ്ണും ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ആണിനെ ആണാക്കി പെണ്ണിനെ പെണ്ണാക്കി സൃഷ്ടിച്ചെങ്കിൽ ഇത് രണ്ടും സമമാവൂല. സമാവൂ അബീബേ? ഇവിടെ ഇപ്പൊ ഒരാണ് ഒരു ബോഡി ധരിച്ചു, പെണ്ണാവോ? ആവൂല. ഒരു പെണ്ണ് പാന്റ് ധരിച്ചു, ടീഷർട്ട് ഇട്ടു, ആണാവോ? ഇല്ല. ഖുർആന്റെ പ്രഖ്യാപനമാണിത്. അല്ലാഹു തആല ആണിനെ കൊണ്ട് സത്യം ചെയ്തു, പെണ്ണിനെ കൊണ്ട് സത്യം ചെയ്തു. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ. രാത്രിയെ തന്നെയാണ് സത്യം, പകലിനെ തന്നെയാണ് സത്യം, ഈ ആണിനെ തന്നെയാണ് സത്യം, ഈ പെണ്ണിനെ തന്നെയാണ് സത്യം. ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ.
അതിലൂടെ ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സൃഷ്ടിച്ച തങ്ങളുടെ നാഥനുണ്ടല്ലോ, അവനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഭയപ്പെടണമേ. ഖുർആൻ അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ ഇത്. ആണ് വേറെ പെണ്ണ് പറയുന്നത്. പിന്നെ എങ്ങനെ ആണ് പെണ്ണാവും, പെണ്ണാണാവും? പിന്നെങ്ങനെ ആണ് പെണ്ണാവും, പെണ്ണാണാവും? ആവൂല. എങ്ങനെയാവും? അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളുടേതായ ചില കപ്പാസിറ്റിയും കഴിവുകളും രീതികളും രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പെണ്ണിന് പെണ്ണിൻ്റെതായ ശൈലിയും വെച്ചിട്ടുണ്ട്. അവക്കില്ലാത്തത് നമുക്കുണ്ട്, നമുക്കില്ലാത്തത് അവർക്കുണ്ട്. അതങ്ങനെയാണ്. എൻ്റെ തർത്തീബ് അങ്ങനെയാണ്. പടച്ചവൻ ഖുർആനിൽ പറഞ്ഞതല്ലേ, ആണിന് വേറെ പെണ്ണിന് വേറെ പ്രത്യേകം എടുത്ത് പറഞ്ഞല്ലോ. പിന്നെ പെണ്ണ് കൊണ്ട് മാത്രം പെണ്ണിനെ തൃപ്തിപ്പെടുകയും ആണ് കൊണ്ട് മാത്രം ആണായിട്ടും പെണ്ണ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയും ചെയ്താൽ അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഞാൻ ആദ്യം ഒരു ഹദീസ് കൊണ്ട് തുടങ്ങിയില്ലേ, പറഞ്ഞുതരാം. ഇദസ്തഗ്ന നിസാഉ ബിന്നിസാ വൽരിജാലു ബിർരിജാൽ. 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസാണ് കേട്ടോ. ആണിനെ കൊണ്ട് പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു കാലം വന്നാൽ, ലെസ്ബിയന്റെ കാലം വന്നാൽ, ഗേയുടെ കാലം വന്നാൽ, നബിയേ പറഞ്ഞു കൊടുക്കണേ, ഫബശ്ശിറുഹും ബിറിഹിൻ ഹംറാ. പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ. കൊടുങ്കാറ്റടിക്കും കേട്ടോ, പ്രകൃതി ക്ഷോഭിക്കും കേട്ടോ, ഭൂമികുലുക്കമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും കേട്ടോ. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരു കൂട്ടം സ്വഹാബകൾ പോയിട്ട് ചോദിക്കുകയാണ്, മഹദി അവർകളെ, യാ ഉമ്മുൽ മുഅ്മിനീൻ ഹദ്ദിസ്നി അനിസ് സൽസല, ഇടയ്ക്കിടയ്ക്ക് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം എന്ത്? ഇടയ്ക്കിടയ്ക്ക് ഈ മഴ, വല്ലാത്ത മഴ ശല്യപ്പെടുത്തുന്ന വല്ലാത്ത മഴ, പ്രകൃതി ദുരന്തം, പ്രകൃതിക്ഷോഭം, ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്ത്? എന്തുകൊണ്ടാണ് കടൽ അടങ്ങാത്തത്? ഇടയ്ക്കിടയ്ക്ക് കടൽ ക്ഷോഭിച്ചുകൊണ്ട് അതിന്റെ തിരമാല കൊണ്ട് ഞങ്ങളെ കവർന്നെടുത്ത് ഞങ്ങളെ തിന്നുകളയുകയല്ലേ? അതിനുള്ള കാരണമൊന്ന് വിവരിക്കൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വ്യഭിചരിക്കാൻ പരസ്യമായ സർട്ടിഫിക്കറ്റ് ഏതൊരു സമുദായം, ഏതൊരു സർക്കാർ, ഏതൊരു ഭരണകൂടം നൽകുന്നുവോ, പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിപണിയിൽ സുസജ്ജമാണോ, ലഭിക്കുന്ന കാലം വരുവോ, വാക്കലോ അരിബാ, പലിശയുടെ പല ഭാഗങ്ങളിലൂടെ ആരൊക്കെയാണോ അത് കഴിക്കുന്നത്, അങ്ങനെ ഒരു കാലം വന്നാൽ പ്രകൃതിക്ഷോഭം നിലയ്ക്കുകയേ ഇല്ല കേട്ടോ. ആരാ പറഞ്ഞത്? 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഈ സത്യാവസ്ഥകൾ വിളിച്ചു പറഞ്ഞില്ലേ? 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തിൽ താമസിക്കുന്ന ഞാനും നിങ്ങളും തലയിൽ കൈവച്ച് പറയുകയാണ്, ഇതെന്തോ ഒരു പ്രകൃതിക്ഷോഭമാ, ഇതെന്തോ ഒരു മഴയാണ്, ഇതെന്തോ ഒരു വെള്ളപ്പൊക്കമാ. ഇത് പറയാനുള്ള കാരണം എന്തേ? പരസ്യമായ വ്യഭിചാരങ്ങൾ വ്യാപിച്ചുപോയി, പരസ്യമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു പോയി, പരസ്യമായി പലിശകൾ മനുഷ്യൻ തിന്നു തുടങ്ങി. ഇത് നിർത്താൻ പറ്റുമോ? മുടിയാത് എന്നാൽ ഞാൻ വിടമാട്ടേൻ, വീണ്ടും ശിക്ഷ വന്നോണ്ടേയിരിക്കും. അതാണ് അതിനർത്ഥം. നടക്കോ? ഇത് ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. ഷട്ടർ പൊട്ടുക, ഡാമിന്റെ തന്നെ പൊട്ടുക, അള്ള കാക്കട്ടെ. അതെങ്ങാനും പൊട്ടിയാല് പിന്നെ നമുക്ക് കിടക്കാൻ പറ്റുമോ? ആര് രക്ഷപ്പെടുത്താൻ വരാൻ? തനിയെ പൊട്ടി അടുത്ത സമയത്ത് ഷട്ടർ വായിച്ചില്ലേ? പത്രത്തിൽ വായിച്ചില്ലേ? നിങ്ങൾ രണ്ടുപേരും തലയാട്ടണം, അല്ലെ ഞാൻ കള്ളത്തരം പറയുമെന്ന് വിചാരിക്കും. ചില പത്രം വായിക്കാത്തൊരു കൂട്ടത്തിലുണ്ട്. ഇല്ലേ ഉസ്താദ്? വായിച്ചില്ലേ? അതന്നെ, ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കണം, പത്രമൊക്കെ വായിക്കണം. തനിയെ ഷട്ടർ പൊട്ടിയെന്ന് അല്ലോ പടച്ചോ കാത്ത്. അതൊക്കെ അല്ല പിടിച്ചിരുത്തുന്നതാ. ഈ കടലിനെ അല്ല പിടിച്ചിരുത്തുന്ന. ഇവിടെ അടുത്തല്ലേ കടല്? എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്?
12 കിലോമീറ്റർ വരും. 10 കടലിന് 10 കിലോമീറ്റർ വലിയ കാര്യമാണോ? 40 കിലോമീറ്റർ പത്തനാപുരത്തോട്ട് വരാൻ വലിയ കാര്യമാണോ? നിങ്ങൾ കടലിനടുത്ത് പോയിട്ട് നിന്നിട്ട് കടലിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മളെക്കാളും പൊങ്ങിയിട്ടാണോ അതുള്ളത്, താന്നിട്ടാണോ ഉള്ളത്? പൊങ്ങിട്ടല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 6 അടി മുകളിലോട്ടാണ് നിൽക്കുന്നത്. എന്തിനറിയോ? തെള്ളി നമ്മളെ അങ്ങാകത്തില്ല. അതിൻ്റെ തർത്തീവിൽ അള്ളാഹ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്.